വയനാട് ടൗൺഷിപ്പിലെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച നൌഫൽ എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ദുരിതബാധിതനാക്കി വാർത്ത കത്തിക്കാൻ മാപ്രകൾ മത്സരിക്കുകയാണ്. അവസരം കിട്ടിയതല്ലേ. പരമാവധി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചതിൽ ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ പോസിറ്റീവ് അഭിപ്രായം നശിപ്പിക്കാൻ ഒരു ഇരയെ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നൌഫൽ പറഞ്ഞത് മാത്രമാണ് ശരി, നൌഫൽ എന്ന വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ആ ടൗൺഷിപ്പ് മൊത്തം പ്രശ്നമാണ്, അവിടെ നിർമ്മിക്കുന്ന വീടുകൾ പ്രശ്നമാണ്, ഊരാളുങ്കൽ സൊസൈറ്റി പ്രശ്നമാണ് തുടങ്ങിയ പ്രചരണങ്ങൾക്ക് ആവേശപൂർവ്വം കോലു നീട്ടി ചോദ്യശരങ്ങൾ എയ്യുന്ന മാപ്രകൾക്ക് മുന്നിലേക്ക് ഇന്നിപ്പോ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വി വസീഫ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. നൌഫലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ ദുരിതബാധിതൻ ഇര എന്ന പരിവേഷം നിർത്തിക്കൊണ്ട് ആ ടൗൺഷിപ്പിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇകഴ്ത്താനുള്ള പരിശ്രമത്തിനെതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള ചോദ്യങ്ങളും മറുപടികളുമായിരുന്നു അതെന്ന് പറയേണ്ടി വരികയാണ്. ഇവിടെയുള്ളത് വരയാണ്, വിള്ളലല്ല. വരയല്ലേ അത് വരയല്ലേ അത് വരയല്ലേ അത് വരയല്ലേ ഇല്ലെന്താ വിള്ളലുണ്ടോ? കാണിക്കും. വിള്ളലിന്റെ വെള്ളം ഒഴിച്ചതായിട്ട് വരും. നമ്മളൊരു വെള്ളം ഒഴിച്ചു നോക്കാം. അപ്പൊ പോയിട്ട് ഇതൊക്കെ എന്ത് പറയാണ്? ഇതെന്താ പ്രശ്നം? ഞാനും ചോദിക്കട്ടെ, അല്ല ഒറ്റ മിനിറ്റ്, നിങ്ങളുടെ ആവശ്യം എന്താ? അതെ, അതാണ് ഞാൻ വ്യാജപ്പെട്ടെന്ന് പറയുന്നത്. അല്ല എന്റെ സുഹൃത്തെ, ഇപ്പൊ നിങ്ങളുടെ ഒരു താല്പര്യത്തിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങളുടെ ആവശ്യം എന്താ? അല്ല കേക്ക്, നമ്മളൊരു ഒരു നല്ല രീതിയിൽ പോവാം. നിങ്ങളുടെ ആവശ്യം എന്താ? ഇല്ല ഇല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അവരെ വിളിച്ചിട്ടാണോ ഒന്ന് ഇവിടെ ഇപ്പൊ വന്നത്? അല്ല ആദ്യമല്ല ഞാൻ ചോദിച്ചേ, ഇപ്പോ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് അങ്ങനെ ഓരോരുത്തരും വിളിച്ചിട്ടാണ് ഓരോ വീടിന്റെ മുറ്റത്ത് പോകുന്നത്. അതെന്തുകൊണ്ടാ? ഒറ്റ മിനിറ്റ്, അതെന്തുകൊണ്ടാ? ഈ വീട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ടാ? അല്ല അല്ല അതിന്റെ അല്ല ഞാൻ ചോദിക്കണ്ടേ, നൌഫലാണോ പണിയെടുത്തുന്നത്? ഏത് അയാള് പറഞ്ഞതിനടുത്ത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യം കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന്റെ സംസാരത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ഈ നിർമ്മാണം ഒറ്റ മിനിറ്റ് അല്ല, ദുരന്തബാധിതർ എല്ലാവരോടും സംസാരിക്കണം. അതൊക്കെ ദുരന്തബാധിത നേരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അല്ല ഞാനും പറഞ്ഞോട്ടെ, നിങ്ങൾ കുറെ നേരമല്ലോ. നിങ്ങളുടെ താല്പര്യം എന്താ? ഈ കോൺഗ്രസ്സുകാരനല്ലേ അദ്ദേഹം? ആണോ അല്ലേ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അല്ലേ? ദുരന്തബാധിത ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഈ പറയുന്ന വീടുകളൊക്കെ ഇവിടെ നടക്കുക, നാട്ടുകാർ മുഴുവൻ കാണാൻ വരുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായും കൈമാറിക്കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കൈമാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? പിന്നെ ഇതിലെന്തില്ല, ഒരു സംസാരമില്ല. ഇതിപ്പോ കൺസെഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ വരെയും വന്നിട്ട് ഓരോ ഉടമസ്ഥതൻ ഇങ്ങനെ പറയുന്നതിനെ വിളിച്ചു നോക്കേണ്ട ആളാ ഞാൻ. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടാവും. അല്ല നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടാവും. ഓരോ മേഖലകളിലാണ് ഇനി എത്ര കൺസെഷൻ ഉണ്ടോ പറയോ? ഒന്ന് പറയും. ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് അതൊന്ന് പറ. അല്ല ഇനി അല്ല ഒറ്റ മിനിറ്റ് അല്ല നിങ്ങൾ വിരളി വിളിക്കല്ലേ, നിങ്ങൾ പറ. നമ്മൾ സൗഹൃദത്തിലല്ലേ? ഒറ്റ മിനിറ്റ് നിങ്ങൾ പറയട്ടെ. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല തിരിഞ്ഞൊക്കെ നോക്കാം. ഇനി ഞാൻ പറഞ്ഞോട്ട് കേൾക്കട്ടെ. ഒറ്റ മിനിറ്റ്. ഇനി ഈ വീടിന് എന്തൊക്കെ പണി നടക്കാനുണ്ടോന്ന് പറഞ്ഞുതരോ? അല്ല ഒറ്റ മിനിറ്റ് നിങ്ങളും പറ. അല്ല നിങ്ങൾ ഭയങ്കര നിർമ്മാണ വൈദഗ്ധ്യമുള്ള സംസാരമാണ്. പറയട്ടെ. അല്ല നിങ്ങൾക്ക് അറിയില്ലാന്ന് മനസ്സിലായി. അയാൾ പറയട്ടെ. രണ്ടാമത്തത് ഇപ്പൊ ഷ്രിങ്കേജ് ക്രാക്കേജ് ഉള്ളതുകൊണ്ട് ചോർച്ചയുള്ളത് അതിന്റെ മുകളിൽ സെക്കൻഡ് കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ. അതേ മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ? ഇനി വേറെ ഡിഫക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേറെ ടെസ്റ്റ് നടത്തുമോ? 3 ടെസ്റ്റ് നടത്തൂലേ? ഒക്കെ നടത്തൂലേ?
നിങ്ങൾ നടത്തുന്നത്. അല്ല, ഇത് രണ്ട് കാര്യങ്ങളിലാണ് ഇവിടെ പ്രശ്നം. ഒന്ന്, ഇവിടെ ക്രാക്ക് വന്നു, ചോർന്നു. ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ സിവിൽ എഞ്ചിനീയർ അല്ലേ? അല്ല അത് ശരി. നിങ്ങളെപ്പോലെയുള്ള ഈ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല. ഞാൻ ULCC സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത്. പിന്നെ എന്റെ താല്പര്യം എന്താന്ന് വെച്ചാൽ, ഇത് നല്ല രീതിയിൽ ഈ പണി പൂർത്തീകരിച്ച് ഈ വീടുകളൊക്കെ കൊടുക്കണം. അതോടൊപ്പം അല്ല, ഒറ്റ മിനിറ്റ് അതോടൊപ്പം ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ യൂത്ത് കോൺഗ്രസുകാരെ ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളൊന്ന് തുറന്നു കാണിക്കണം. ഈ താല്പര്യം, അതെ, ഈ വീട് പണി, ആ താല്പര്യം നിങ്ങൾ കൂടി കാണിക്കണം. അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. മറ്റത് നമുക്ക് ULCCയുടെ ഉദ്യോഗസ്ഥരോടോ സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരോടോ ഇനി പിന്നെ മന്ത്രി തല സംഘത്തോടൊക്കെ നമുക്ക് ചോദിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല കഴിഞ്ഞത്. അതുകൊണ്ട് അതിന്റെ വൈദഗ്ധ്യമോ മറ്റൊന്നും അറിയില്ല. നിങ്ങളുടെ ഒക്കെ ഒരു വല്ലാത്ത വൈകാരികതയും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി, കുറച്ചുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി ഇടപെടാൻ നമുക്ക് പറയുകയും ചെയ്യാം. പോരെ? അതുപോലെ അത് പറഞ്ഞാൽ പോരെ? അത് മതി. കാരണം എന്താ പറയുക, നിങ്ങളുടെ ആവശ്യം എന്താ പറയുക? കേട്ടല്ലോ, മനുഷ്യനിർമ്മിതമാണ് ഈ പറയുന്ന ടൗൺഷിപ്പ്. ലോകത്തെവിടെയും കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഒരുമിച്ചുള്ള വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിലും രണ്ടിലൊക്കെ ചെറിയ അപാകതകൾ സംഭവിക്കും. അത് പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് സംഭവിക്കാവുന്ന തെറ്റാണ്, അല്ലെങ്കിൽ എന്താണ് അതിന് കാര്യമെന്ന് നോക്കാതെ ആ ഒരു നന്മയുള്ള പ്രവർത്തനത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ ദുരിത കാലഘട്ടവും കടന്നു വന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളിലെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും അദ്ദേഹത്തെ സഹായിച്ചവരെ പരിഹസിച്ച രീതിയും നാട് കണ്ടതാണ്. അത്ര അന്തസ്സുള്ള ഒരു മനുഷ്യന് ഈ ടൗൺഷിപ്പ് വേണ്ട, കോൺഗ്രസ് തരുന്ന വീട് ഞാൻ വാങ്ങി ജീവിച്ചോളാമെന്ന് പോലും പറയാതെ ആനുകൂല്യങ്ങളെല്ലാം വേണം, അതിനെ കുറ്റവും പറയുമെന്നുള്ള മനോഭാവവും കോൺഗ്രസിന് നാട്ടിൽ വായ്ത്താരിയിട്ട് നടക്കാൻ വേണ്ടി ഒരു ദുരിതബാധിതന്റെ ഇര പരിവേഷത്തിൽ നിന്ന് നടത്തിയ ആ പ്രതികരണത്തോട് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വിള്ളൽ 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 എന്ന് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിന് മന്ത്രി കെ രാജൻ വിള്ളലുണ്ട് എന്ന് പറഞ്ഞെടുത്ത് സ്ക്രാച്ച് ചെയ്ത് നോക്കി തെളിയിക്കാൻ പരിശ്രമിച്ചു. ആ പരിശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ വിഷമമാണ്. ചെറുതിനെ പൊലിപ്പിച്ച് വലുതാക്കി ദുരന്തത്തിൽ പോലും ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഉഡായിപ്പ് ആരോപണത്തെ മാധ്യമങ്ങളുടെ ആവശ്യം പണം കൊടുക്കുന്ന വ്യക്തിക്ക് വേണ്ടി വായ്ത്താരി ഇടുക എന്നുള്ളതാണ്. അല്ലാതെ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടല്ല. അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സകല വീടുകൾക്കും ഇതേ പ്രശ്നം വന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വാർത്താ പ്രചരണം നടത്തുന്നതിനെ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കേണ്ടത്? ഇതിനോടൊന്നും പ്രതികരിക്കേണ്ട കാര്യം പോലുമില്ല. ചില ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തേണ്ടത്. കാര്യം നമ്മൾ വസ്തുത പറയാൻ ശ്രമിച്ചാൽ അത് അവർക്ക് കേൾക്കേണ്ടതില്ല. വസ്തുതയല്ല ആവശ്യം, തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. ആ തെറ്റിദ്ധരിപ്പിക്കലിന് വേണ്ടി കിട്ടിയ അവസരത്തെ വിനിയോഗിക്കുന്നവർ ചോദ്യങ്ങൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം അതിനെ വകവച്ച് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഏറ്റവും അവസാനം പട്ടയം കൈമാറി വീടുകൾ താമസയോഗ്യമാക്കുമ്പോൾ അതിൽ പ്രശ്നമുണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പോൾ താമസമാകട്ടെ, അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായികയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ലീഗും ഇതുപോലെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് വീട് വെച്ചതാണ്. അവിടങ്ങളിൽ ഇതുവരെ ആൾ താമസമായിട്ടില്ല. അവിടങ്ങളിൽ ഇവർക്ക് പോകണ്ട. ആ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യണ്ട. ലീഗ് മുതലാളിക്ക് പൈസ അടച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് നടക്കണ്ട. ഇവിടെ സർക്കാർ പദ്ധതി ആയതുകൊണ്ട് ഈ ദുരന്ത ഫണ്ടിൽ നിന്ന് 10 പൈസ മാധ്യമ മുതലാളിമാർക്ക് കിട്ടാത്തത് കൊണ്ട് അതിന്റെ കെറിവെപ്പ് വാർത്ത കൊടുത്ത് ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു സംവിധാനത്തെ, അല്ലെങ്കിൽ നാടിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആ നന്മയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാധ്യമ കോലുകൾക്കകത്തിരിക്കുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ഈ നീതികെട്ട പ്രവർത്തനത്തോട് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടതെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.